വേണമെങ്കിൽ ന്യൂസ് വെച്ചോ, നാളെ വല്ല ഹർത്താലുണ്ടോന്ന് അറിയാലോ. തെരഞ്ഞെടുപ്പിലുണ്ടായ പരാജയം ഭരണവിരുദ്ധ വികാരമാണോ എന്ന് പരിശോധിക്കുമെന്ന് CPI. എന്ത് കാര്യത്തിനാണിത്? ഒരു സുഖം, ഒരു മനസുഖം. തിരുവനന്തപുരത്ത് എന്ത് സംഭവിച്ചോ ആഴത്തിൽ പരിശോധിക്കുമെന്ന് പന്ന്യൻ രവീന്ദ്രൻ 24 പറഞ്ഞു. അത് നല്ലതല്ല. നിന്നോട് പോകാനല്ലേ പറഞ്ഞത്? ഞാൻ പോകൂലെന്നാലും ഞാൻ ആദ്യം പറഞ്ഞു. മുഖ്യമന്ത്രി മാറണമെന്ന് CPI തിരുവനന്തപുരം ജില്ലാ എക്സിക്യൂട്ടീവ് യോഗത്തിൽ ആവശ്യമുയർന്നു. അങ്ങോട്ട് പോകാൻ കഴിയില്ല. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? നേരിടേണ്ടി വന്ന കടുത്ത പരാജയത്തിനു പിന്നിൽ ഭരണവിരുദ്ധ വികാരമാണെന്നും ആരോപണമുണ്ടായി. കേരളത്തിലെ ജനങ്ങൾ സഹികെട്ടടക്കുകയാണ്. 100% ഞാൻ യോജിക്കുന്നു. ഇതിന് പിന്നാലെയാണ് മുതിർന്ന CPI നേതാവ് പന്ന്യൻ രവീന്ദ്രന്റെ പ്രതികരണം. ഈ ഖജനാവ് കാലിയായ കാരണം ഈ മന്ത്രിമാരൊക്കെ തന്നെ കൊള്ള നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ്. ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. നീയും തയ്ച്ചു വെച്ച ഒരു ബ്രേസീർ. സ്വയം വിമർശനം കമ്മ്യൂണിസ്റ്റുകാർക്ക് അനിവാര്യമാണെന്നും പന്ന്യൻ രവീന്ദ്രൻ. കമ്മ്യൂണിസ്റ്റുകാർ സാധാരണഗതിയിൽ നടത്തുന്ന ഒന്ന് തന്നെയാണ്. ഇവൻ തന്നെയാ പ്രശ്നം. ഇതിലൊരു ബാധയെ ആവാഹിച്ചിരിക്കുന്നുണ്ട്. ഇരിക്കുന്നവരെ മുടിയും. ക്രിറ്റിസം എന്ന് പറഞ്ഞാൽ സെൽഫ് ക്രിറ്റിസം ഉണ്ട്. പിന്നെയോ തിരുത്തേണ്ട ഏത് കാര്യം ഉണ്ടെങ്കിലും തിരുത്തും. അയാൾക്ക് ഒരു ദിവസം രാത്രി എന്തെല്ലോ തോന്നുന്നു, അതൊക്കെ വിളിച്ചു പറയാ എന്നത് ഒരു പ്രത്യേക മാനസികാവസ്ഥയാണ്. അതിന് ഞാനല്ല പറയേണ്ടത്. ഇതൊക്കെ ശ്രദ്ധിക്കണം. സെൽഫ് ക്രിറ്റിസം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാർക്കുള്ളതാണ്. വിമർശനവും സ്വയം വിമർശനവും എന്ന് പറയും. Why are you disturbing my peace? I'm very clear about it. This is wrong. മിടുക്കനായിരുന്നു. പിന്നെ എന്തൊക്കെയോ സംഭവിച്ചു. പതുക്കെ അവനൊരു തോൽവിയാവാൻ തുടങ്ങി.